ശാന്തമായിട്ട് ആ കിരണങ്ങൾ എങ്ങനെ ഒഴുകി വരുന്നതായി കണ്ട് ഞാൻ ഈശ്വരൻ്റെ മടിയിലാണ് ഉറങ്ങുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഉറങ്ങുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം, അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ വല്ലതും കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ വേണ്ടതുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് കഴിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന സമയത്ത് മനസ്സിൽ ആ തോട്ട് ഭഗവാനോട് സംസാരിക്കുക. ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് ചെയ്യണ്ടേ എന്നൊക്കെ വെറുതെ സംസാരിക്കുക. കാമായി കൂളായിട്ട് ഉറങ്ങുക. രാത്രി ഉപബോധ മനസ്സ് ആ കാര്യത്തിന് വേണ്ട പ്ലാൻ ചെയ്യും. രോഗനിവാരണം വേണമെങ്കിൽ അത് ചെയ്യും. സൊല്യൂഷൻ പ്രോബ്ലത്തിന് വേണമെങ്കിൽ അത് കണ്ടെത്തും. ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ അതിന് സഹായിക്കും. അങ്ങനെ രാത്രി സുഖകരമായ നിദ്ര. രാവിലെ ഉണർന്ന ഗുഡ് മോർണിംഗ് ഈശ്വരനോട് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞുറങ്ങി. പ്രഭാതത്തിൽ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കണി കാണേണ്ടത് ആ പ്രകാശരൂപത്തിനെയാണ്, ആ പോയിൻ്റ് ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ആ പ്രകാശം. നിങ്ങൾ ഏത് പേരിട്ട് വിളിച്ചാലും അതെല്ലാം പ്രകാശമാണല്ലോ. ആ പ്രകാശം നമ്മുടെ മുന്നിൽ വന്നു നിന്നു. കണി കണ്ട് കണ്ണു തുറക്കുക. കണ്ണ് തുറന്ന ഉടനെ അത് മുന്നിൽ കാണുന്നതായിട്ട് സങ്കല്പിക്കുക. ഉറങ്ങുമ്പോൾ ആ മടിയിൽ ഉറങ്ങിയെങ്കിൽ ഉണരുമ്പോൾ കണി കണ്ട് ഉണരാൻ പറ്റും. ഉണർന്ന വശം പറയുക, ഈശ്വര താങ്ക്സ്. ആ താങ്ക്സ് പറയുമ്പോൾ വീണ്ടും ഒരു ദിവസം ഒരുപാട് പുണ്യം സംഭരിക്കാൻ, ജീവിതത്തിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി, നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ഈശ്വരനൊരു ദിവസം കൂടി തിരഞ്ഞെടുത്തല്ലോ എന്ന മനസ്സിൽ സന്തോഷത്തോടെ താങ്ക്സ് പറയാം. കണ്ണ് നിറഞ്ഞ് ആനന്ദം കൊണ്ട് ഒഴുകിക്കോട്ടെ. അത്രയും ഹൃദയംഗമമായിട്ട് ആ സമയത്ത് ഭഗവാനോട് താങ്ക്സ് പറയണം. ഫീൽ ചെയ്യണം ഉള്ളിൽ ഈശ്വരൻ നമുക്ക് തരുന്നതായിട്ടുള്ള ആ സ്നേഹം, ആ ഒരു കരുതൽ, ആ ഒരു സപ്പോർട്ട്. ഒരു ജന്മം കൂടി, ഒരു ജീവിതം കൂടി, ഒരു ദിവസം കൂടി നമുക്ക് വേണ്ടി ഈശ്വരൻ നമ്മുടെ കൂടെ പ്രവർത്തിക്കാൻ കണ്ടെത്തിയല്ലോ എന്നുള്ളതായിട്ടുള്ള ആ സ്മൃതിയിലെ ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യണം.